മക്കളെടാ നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് പോവാണ്. പേജ് 76. പേജ് എത്രയാണ്? 76. ഓക്കെ. സോ പേജ് 76 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി കാണാനാണ്. ഇഫ് വൺ നമ്പർ ഫ്രം 1 to 3 etc. up to 10 is to 1. അതായത് 1 ൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കും. 1 തൊട്ട് എത്ര വരെയുള്ള 10 വരെ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 10 നമ്പേഴ്സ്. ടോട്ടൽ 10 ആണ്. വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യകൾ എത്രയാണുണ്ടെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി, അതിന്റെ സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. പ്രൈം നമ്പേഴ്സ് ഞാൻ ആദ്യത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നെ എന്താണ് പ്രൈം നമ്പേഴ്സ് അല്ലേ. അതിന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ ആ നമ്പരും പിന്നെ എത്രയാ 1 മാത്രമേ വരാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് 3 എടുത്തു കഴിഞ്ഞാൽ 3നെ നമുക്ക് 3 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അതായത് 3യും ആ നമ്പരും 1 മാത്രമേ ഉള്ളൂ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആ നമ്പരും 1 മാത്രം വരുന്ന ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് വിളിക്കുന്നത്. പക്ഷേ 4 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം 4നെ 4 × 1 എന്ന് മാത്രമല്ല എഴുതുന്നത് കേട്ടോ. 2 × 2 എന്ന് എഴുതിയാൽ 4 തന്നെയാണ്. അപ്പം ആ നമ്പരും 1 അല്ലാതെ വേറെ ആൾ വന്നു അങ്ങനെ വരുന്ന നമ്പറിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിന് വേറെ പേരുണ്ട്, കോമ്പസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ പ്രൈം നമ്പറാണ് നമ്മൾ ഇപ്പോൾ അറിയേണ്ടത്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ആ നമ്പരും 1 മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരാവുള്ളൂ. മനസ്സിലായാലോ? അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നോക്കി 1 തൊട്ട് 10 വരെയുള്ളതിൽ 1നെ പ്രൈം നമ്പറും അല്ല കോമ്പസിറ്റും അല്ല കേട്ടോ. 1 ഒരിക്കലും എടുക്കരുത്. ഈവൻ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പർ ആയിട്ട് വരത്തില്ല. ആകെ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അത് 2 മാത്രമാണ് കേട്ടോ. 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ. കാരണം 2നെ നമുക്ക് എഴുതാവുന്ന എങ്ങനെ മാത്രം? 2 × 1 എന്ന് മാത്രം, വേറെ രീതിയിൽ എഴുതാൻ പറ്റില്ല. ഇനി ഞാൻ 3 ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ തെളിയിച്ചു അല്ലേ. ഇനി 4 പറ്റത്തില്ല. കാരണം ഞാൻ പറയില്ലേ 4 × 2 × 2 എന്ന് എഴുതാം. ആ നമ്പരും 1 അല്ലാതെ വേറൊരു നമ്പരുടെ ഫാക്ടർ ആയിട്ട് വന്നു. 4 പറ്റത്തില്ല. ഇനി 5 പറ്റും. ഈ 5 ആരണ 5 എന്ന് പറയാൻ എന്താ? 5 × 1 മാത്രമേ ഉള്ളൂ. വേറെ ഒരു രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. 6 നോക്കണ്ട. ഇനി ഈവൻ നമ്പേഴ്സ് ഇല്ല. ആ ഒരൊറ്റ ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. ആരാ? 2 മാത്രമേ ഉള്ളൂ. ഇനി 7 പറ്റും. 7നെയും 7 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. സോ 7. ഇനി 8 ഈവൻ നമ്പറാ, നോക്കണ്ട. 9 പറ്റത്തില്ല. കാരണം 9നെ നമുക്ക് 9 × 1 എന്ന് മാത്രമല്ല കണ്ടോ. 3 × 3 എന്ന് എഴുതിയാലും 9 ആണ്. സോ 9ഉം 1ഉം അല്ലാതെ 3യും ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. പ്രൈം നമ്പർ അല്ല. 10 നോക്കണ്ട, പ്രൈം നമ്പർ അല്ല. കാരണം ഈവൻ ആണ്. ഈവൻ ആയിട്ട് ഒറ്റ എണ്ണേ ഉള്ളൂ, 2 മാത്രം. സോ 1 തൊട്ട് 10 വരെ ആദ്യം 4 എണ്ണേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എത്രയാടാ? പ്രോബബിലിറ്റി 1 2 3 4 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 10. ഈ 4/10 വേണമെങ്കിൽ നമുക്ക് 0.4 എന്നൊക്കെ എഴുതാം കേട്ടോ. കുഴപ്പമില്ലല്ലോ. സോ പ്രൈം നമ്പേഴ്സ് 1 തൊട്ട് 10 വരെ എന്ന് പറയുമ്പോൾ 1 തൊട്ട് 10 വരെ എന്ന് പറയുമ്പോൾ 10 എണ്ണം. അതിൽ പ്രൈം നമ്പർ ആരാ? 2 3 5 7. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോ കേട്ടോ മക്കളെ. കേട്ടോ, പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതുപോലെ എഴുതി കണ്ടുപിടിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി വെച്ചേക്കണം. 2 3 5 7 കേട്ടോ. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു 20 വരെയുള്ള പറഞ്ഞു തന്നേക്കാം. കാരണം ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 10 മാറ്റി 20 ചോദിച്ചാലും. സോ 20 വരെയുള്ള ഞാൻ പറയുവാണേ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു, എന്നാലും 20 വരെ നോക്കൂ. 2 3 5 7 11 13 17 19 ഇതൊക്കെയാണോ പ്രൈം നമ്പേഴ്സ്. 20 വരെയുള്ള പ്രൈം നമ്പർ നോക്കി. 2 3 5 7 11 13 17 19 15 ഒന്നും വരത്തില്ല. മൊത്തം ആദ്യത്തെ 100 എണ്ണത്തിൽ 25 എണ്ണം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചു. 100 എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ട്? 25 എണ്ണം. ഇത് ഞാൻ 20 വരെയുള്ള എഴുത്താണ് നിൽക്കുന്നത്. പക്ഷെ ചോദ്യം ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ചോദ്യം ഇതാണ്. ആദ്യത്തെ 10 എത്ര എണ്ണം ഉണ്ട്? ആദ്യത്തെ 10 എത്ര എണ്ണം ഉണ്ട്? 4. സോ 4/10 0.4. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് ഇഫ് വൺ നമ്പർ ഫ്രം 1 to 3 etc. up to 100 is chosen. 1 തൊട്ട് എത്ര വരെ ചൂസ് ചെയ്തു? 100 വരെ. നേരത്തെ 10 വരെ ആയിരുന്നു, പക്ഷെ ഇവിടെ 100 എണ്ണം. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം. ടോട്ടൽ 100 എണ്ണം. ചോദ്യം വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 2 digit നമ്പർ? ചോദ്യം ഇത് എത്ര എന്ത് നമ്പറാ? 2 digit നമ്പർ എത്ര എണ്ണം? 2 digit എന്ന് പറഞ്ഞാൽ 2 അക്ക നമ്പറുകൾ എത്ര എണ്ണം? 2 അക്ക നമ്പർ എവിടെ നിന്നിട്ടാ? 10 11 12 അങ്ങനെ എവിടം വരെ പോകും? 99 എണ്ണം പോകും. എത്ര എണ്ണം പോകും? 99 എണ്ണം. കേട്ടോ, ഒന്നും ഒറ്റ എടുക്കാൻ പറ്റുമോ? 2 digit എന്ന് പറയുമ്പോൾ 2 അക്കങ്ങളാ. 2 അക്കങ്ങൾ എവിടെ നിന്നൊക്കെ തുടങ്ങുന്നത്? 10 തൊട്ട് 99 വരെ. 100 പറ്റുമോ? ഇല്ല. 100 3 അക്കം. ഇല്ല, എത്രയാണ് അവിടെ കാണാൻ ഞാനൊരു ഫോർമുല പഠിച്ചു. ഇതൊരു സീക്വൻസ് ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ടൈംസ്, എണ്ണം കാണാൻ, നമ്പർ ഓഫ് ടൈംസ് കാണാനുള്ള ഫോർമുല ഞാൻ പഠിപ്പിച്ചായിരുന്നു. xn - x1/d + 1. അതാ xn അവസാനത്തെ ടേം 99 മൈനസ് ആദ്യത്തെ ടേം 10 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 10ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 + 1. കേട്ടോ, 99ൽ നിന്ന് 10 പോയാൽ 89/1 + 1. 89/1 എത്രയാണ്? 89 ആണ്. 89 1 കൂട്ടി എത്രയാണ് മക്കളെ? 90. അപ്പോൾ എത്ര 2 digit നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ? 2 എണ്ണം. അല്ല സോറി, 100 എണ്ണം. എത്രയാണോ? 90 എണ്ണം. അപ്പം മൊത്തവും 100 എണ്ണം ഉണ്ട്. അതിന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്രയാണോ? 90 എണ്ണം. ചോദ്യം എന്നായിരുന്നു? 2 digit നമ്പേഴ്സ്. എന്നായിരുന്നു? 2 digit 2 അക്ക നമ്പറുകൾ. അപ്പോൾ പ്രോബബിലിറ്റി പറഞ്ഞാൽ മക്കളെ ഫേവറബിൾ ആയിട്ടുള്ള 2 digit നമ്പേഴ്സ് എത്രയാണോ? 90 എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണോ? 3 അക്ക നമ്പറുകളാണ് ടോട്ടൽ. അത് 100 എണ്ണം. കുഴപ്പമില്ലല്ലോ. ഈ 0 കട്ട് ചെയ്യുക 9/10 എന്ന് കിട്ടും. സോ ഇതിനെ
ഡെസിമൽ ആക്കി എഴുതി കഴിഞ്ഞാൽ 0.9. കുഴപ്പമില്ലല്ലോ. ഇതാദ്യത്തെ ചോദ്യം ആയിരുന്നു പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യകൾ ഇത് രണ്ടക്ക നമ്പറുകൾ എത്രയാണോ ഉള്ളത് 1 തൊട്ട് 100 വരെ ഉള്ളത്. അതിൽ 90 എണ്ണമാണ് അതിന്റെ പ്രോബബിലിറ്റി പറയുമ്പോൾ 90/100. മക്കളെടാ ഇനി മൂന്നാമത്തെ ചോദ്യമുണ്ട്. പാലിൻഡ്രോം ആണ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാലും സെയിം ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കി അമ്മ, ഈ അമ്മ എന്ന് എഴുതുന്നത് തിരിച്ചെഴുതിയാലും എന്ത് തന്നെയാണ്? അമ്മ തന്നെയല്ലേ? ആണോ? അമ്മ തിരിച്ചെഴുതിയാൽ AMMA അമ്മ. അങ്ങനെയുള്ള നമ്പേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനത്തിന് വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്കിപ്പോൾ ചോദിക്കുന്നൊന്നുമില്ല പരീക്ഷയ്ക്ക്. അത് എഴുതണമെങ്കിൽ തന്നെ നിങ്ങൾ കുറേ എഴുതേണ്ടി വരും കേട്ടോ. അന്നും ഓരോന്ന് എഴുതി വരുമ്പോൾ തന്നെ പരീക്ഷ തീരും. ആ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പാലിൻഡ്രോം ഫോർ എക്സാമ്പിൾ നമ്പർ പറഞ്ഞാൽ എങ്ങനെയാണ്? 101 കണ്ടോ? 101 തിരിച്ചിട്ടാൽ എത്രയാണ്? 101. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 100 തൊട്ട് മൂന്നക്ക നമ്പറുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. 100 തൊട്ട് 999 വരെ തിരിച്ചെടുത്തത് സെയിം അതേപോലെ വരുന്നത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല കേട്ടോ. 101 പിന്നെ വേറെ ഏതാ? 111 അങ്ങനത്തെ നമ്പേഴ്സ് കേട്ടോ. 121 കേട്ടോ. ഇതൊക്കെയാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് എത്ര വരെ വരും? 999. കാരണം ഇതും തിരിച്ചിട്ടാലും എത്ര തന്നെയാണ്? അത് തന്നെയാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. സോ ഈ 2 ക്വസ്റ്റ്യൻസ് അറിഞ്ഞു നോക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഒന്നിൻ്റെ ഒരു 3 ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കണം മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതാ? വായിച്ചു നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു ഗെസ് 2 ഡിജിറ്റ് നമ്പർ. ഒരാളോട് രണ്ടക്ക നമ്പറുകൾ പറയാൻ പറഞ്ഞു. ഏതൊക്കെ രണ്ടക്ക നമ്പറുകൾ? ഇപ്പൊ നമ്മൾ കണ്ടതാ. രണ്ടക്ക നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 10, 11, 12, 13 അങ്ങനെ എവിടെ വരെ പോകുന്നുണ്ട്? 99 വരെ. ഇപ്പൊ നമ്മൾ എണ്ണവും കണ്ടതാ 90 എണ്ണത്. പക്ഷെ ടോട്ടൽ എത്രയാണ് ഉണ്ട്? 90 എണ്ണം. ഓർത്ത് വെച്ചേരാ. എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 90 എണ്ണം. കുഴപ്പമില്ല. എത്രയാ? 90 എണ്ണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? ചോദ്യമാണ് പെർഫെക്റ്റ് സ്ക്വയർസ് എത്രയാണുള്ളത്? പെർഫെക്റ്റ് സ്ക്വയർസ് എന്നാണ് ഈ പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗ്ഗങ്ങൾ എത്രയാണുണ്ടെന്നാണ് ചോദ്യം. അത് സിമ്പിളാണ്. നമ്മൾ ചോദിക്കണം നമുക്ക് 1ന്റെ സ്ക്വയർ ആരാ? 1. ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് പെർഫെക്റ്റ് സ്ക്വയർസ്. 2ന്റെ സ്ക്വയർ ആരാ? 4. 3ന്റെ സ്ക്വയർ ആരാ? 9. 4ന്റെ സ്ക്വയർ ആരാ? 16. 5ന്റെ സ്ക്വയർ ആരാ? 25. 6ന്റെ സ്ക്വയർ ആരാ? 36. 7ന്റെ സ്ക്വയർ ആരാ? 49. 8ന്റെ സ്ക്വയർ ആരാ? 64. 9ന്റെ സ്ക്വയർ ആരാ? 81. 10ന്റെ സ്ക്വയർ ആരാ? 100. അല്ലേ? ഇത്രയാണ് ഉള്ളത്. ഇതിലൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? നമ്മളോട് ചോദിച്ചിരിക്കുന്ന 2 ഡിജിറ്റ് നമ്പറിന്റെ കാര്യമാണ്. ഇതെല്ലാം 2 ഡിജിറ്റ് ആണോ? ഇവിടെ എഴുതിക്കുന്നത് എല്ലാം 2 ഡിജിറ്റ് ആണോ? 1 ഒരു 2 ഡിജിറ്റ് അല്ല. അപ്പോൾ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. 4 ഒരു 2 ഡിജിറ്റ് അല്ല. 9 ഒരു 2 ഡിജിറ്റ് അല്ല. കാരണം 9 എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡിജിറ്റ് ആണ്. പക്ഷേ ഇതൊക്കെ എടുക്കാം. ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർസ് ആയിട്ട് വരുന്നത്? 16, 25, 36, 49, 64, 81, 100 എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ? 100 ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. 16, 25, 36, 49, 64, 81. അങ്ങനെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. ഫേവറബിൾ ആയിട്ടുള്ള 6 ഉണ്ട്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും പ്രോബബിലിറ്റി? 6/9. മനസ്സിലായാലോ? ആൻസർ എത്രയാണ്? 6/9. ഈ 90 വന്ന് എങ്ങനെയാണ്? 90 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 2 ഡിജിറ്റ് നമ്പറിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ടെന്ന് ആണോ? ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 എണ്ണം. അതിൽ ഫേവറബിൾ ആയിട്ടുള്ള എത്രയാണ്? 16, 25, 36, 49, 64, 81. അങ്ങനെ 6. സോ 6/90. സോ ഇത് 2 എണ്ണമാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.